ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് രണ്ടാം പെരുന്നാളുടെ വീഡിയോ, അതായത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ അത്. ഇപ്പം ഞാൻ ഒന്നാം പെരുന്നാളിന് വൈകുന്നേരം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നില്ല, ഞാനും കുട്ടികളും മാത്രം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വെള്ളിയാഴ്ച പിറ്റേ ദിവസം വരും, രണ്ടാം പെരുന്നാളിന് വരും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഉച്ചയ്ക്ക് വരും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ജുമ കഴിഞ്ഞിട്ട് അങ്ങനെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വന്നിട്ടുണ്ടായില്ല, വരാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് അവർക്ക് കടയൊക്കെ തുറന്ന് വെച്ച് വരാനും ബുദ്ധിമുട്ടായിരുന്നു ജുമാ കഴിഞ്ഞിട്ട്. അപ്പോൾ രാത്രിയാണ് ഇവർ വന്നിട്ടുണ്ടായിട്ട്. അപ്പോൾ ഉമ്മ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഉമ്മ ഞങ്ങൾ തൃശ്ശൂർ സ്റ്റൈലിൽ കുടംപുളി ഇട്ടിട്ട് കറി വെക്കും കേട്ടോ. കുടംപുളി ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കില്ല, അങ്ങനെ ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറി. അപ്പോൾ ബാക്കി മീൻ ഞാൻ കുറച്ച് എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടി മസാല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെളുത്തുള്ളീൻ്റെ പേസ്റ്റാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായി. ഇഞ്ചിൻ്റെ പേസ്റ്റ് ചേർക്കാറില്ല, ചേർത്താൽ ചിലപ്പോൾ അടി പിടിക്കും കേട്ടോ പൊരിക്കുമ്പം. അപ്പോൾ പിന്നെ ഉപ്പും ചേർത്ത് കുറച്ച് വിനീഗറും കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് അങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മ കറി വെച്ചതിന് ശേഷം ഞാൻ ചെറുള്ളി വെളിച്ചെണ്ണയിൽ ചെറുള്ളി കറിവേപ്പിലയും ഇട്ടിട്ട് മൂപ്പിച്ചതിന് ശേഷം മുളക് പൊടി ഇട്ടിട്ട് കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സൺഫ്ലവർ ഓയിൽ ലേശം ആഡ് ചെയ്തിട്ടുണ്ടായി, അത് കാരണം അതിന് പദം വന്ന മതിയായിട്ടുണ്ടായി. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഫസ്റ്റ് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണയിൽ. അപ്പോൾ പപ്പടം പൊരിച്ചെടുത്തതിന് ശേഷം കറികളൊക്കെ കാച്ചിയെടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ മോര് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തേങ്ങ അരച്ചിട്ട് മോര് കറി വെച്ചിട്ടുണ്ടായിരുന്നു. മോരിൽ ചുരങ്ങ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് വെക്കും കേട്ടോ, നല്ല രസമാണ് കറി. അപ്പോൾ അതും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് ഉപ്പേരിക്ക് വേണ്ട തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി അല്ലെങ്കിൽ ചെറുള്ളി എടുക്കാം കേട്ടോ. ഇപ്പോൾ സവാളയ്ക്ക് ഞാൻ ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 അല്ലി വെളുത്തുള്ളി മാത്രം ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വെളുത്തുള്ളി 2. അപ്പോൾ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ജീരകം അത് എന്തായാലും എനിക്കിപ്പോഴും ചെറിയ ജീരകം വലിയ ജീരകം ഭയങ്കര കൺഫ്യൂഷൻ കേട്ടോ. ചെറുത് ഏതാ വലുത് ഏതാന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ വലുതായിട്ടുള്ളത് അത് വലിയ ജീരകം, ചെറിയ കുഞ്ഞ് നമ്മൾ ജീരകമൊക്കെ വെള്ളം ഉണ്ടാക്കില്ല അത് ചെറിയ ജീരകം, അങ്ങനെയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കാം ചെറിയ ജീരകം എന്താണെന്ന്. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. അത് ചെറിയ ജീരകം കയ്യിൽ കുറച്ച് ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ കയ്യിലിട്ടിട്ട് നല്ലോണം നല്ല കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്പിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് പൊടിയാനല്ല ഒന്നൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൗഡറൊന്നും ചേർത്ത് കൊടുക്കരുത്, ഇതല്ലാണ്ട് മണമായിപ്പോവും. അപ്പോൾ ഇത് ഫുള്ളും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് ക്യാബേജ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം. പിന്നെ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി. അങ്ങനെ ഹസ്ബൻഡ് രാത്രി വന്നതിന് ശേഷം ഫുഡൊക്കെ വിളമ്പി അങ്ങനെ കഴിച്ചൊരു 10 മണിയായിട്ടാണ് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. രണ്ടാം പെരുന്നാളിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ. ബൈ.